നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. 9,90,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഹരിയാന സ്വദേശിയായ യുവതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഹരിയാന ഫരീദാബാദ് സ്വദേശി 23 വയസ്സുള്ള ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയപ്പറമ്പിൽ വീട്ടിൽ തോമസ് ലാലന്റെ ഫോണിലേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് RTO ചലാൻ എന്ന APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്തത് വഴി തോമസ് ലാലന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 9,90,000 രൂപ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന പരാതിക്കാരൻ വ്യാപാര ആവശ്യത്തിന് പണം എടുക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തന്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത RTO ചലാൻ എന്ന APK ഫയൽ വഴി ഫോൺ ഹാക്ക് ചെയ്താണ് പണം അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പണം ഹരിയാനയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയതായി തിരിച്ചറിയുന്നത്. ഹരിയാനയിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യാജ വിലാസത്തിൽ എടുത്ത അക്കൗണ്ടിലേക്കാണ് പണം ക്രെഡിറ്റ് ആയതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം വെള്ളാങ്കല്ലൂർ PCK ഓഡിറ്റോറിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ ആമുഖ പ്രഭാഷണം നടത്തി. ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്ക് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി, സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, സംസ്ഥാന സെക്രട്ടറിമാരായ KM മാണി, ടൈറ്റസ് CG, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശിവാനന്ദൻ, PV സജീവ്, വസതിനി എന്നിവർ പ്രസംഗിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ് സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ പ്രസാദ് NS നന്ദിയും പറഞ്ഞു. വളരെ ശ്രമകരവും അധ്വാനകരവുമായ പ്രോസസ്സുകൾ ഇന്നില്ല. ഡിജിറ്റൽ യുഗം മുന്നോട്ട് വയ്ക്കുന്ന വളരെ അനന്തമായ സാധ്യതകളെ തങ്ങളുടെ തൊഴിലുമായി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ പൊതുബോധ നിർമ്മിതിയും അഭിരുചികൾ നിർണ്ണയിക്കുന്നതിലുമൊക്കെ കാതലായ നിലയിൽ ഇടപെടാൻ സാധ്യതയുള്ളവരാണ് ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സ്. ആ നിലയിലുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ ബഹുമുഖമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ തൊഴിലെടുത്ത് ജീവിക്കുന്നവർ എന്നുള്ള നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അവകാശങ്ങളിലെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉന്നയിക്കുക, ഡിമാൻഡ്സ് മുന്നോട്ട് വയ്ക്കുക, അതെല്ലാം സംഘടന എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിലെ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ തിരിച്ചടവിലുണ്ടായ കുറവ് മൂലം കഴിഞ്ഞ ജൂലൈ 30-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടൗൺ സഹകരണ ബാങ്കിൽ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ബാങ്ക് ഭരണസമിതിയെ ഒരു വർഷത്തേക്ക് മരവിപ്പിച്ച് ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് രാജു S നായരെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ K മോഹനൻ, ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് TA മുഹമ്മദ് സഗീർ എന്നിവരെ നിയമിച്ചിരുന്നു. ഇതിൽ TA മുഹമ്മദ് സഗീർ വ്യക്തിപരമായ കാരണങ്ങളാൽ തുടരാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മുഹമ്മദ് സഗീറിന് പകരം സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ജനറൽ മാനേജർ TM മോഹനനെ ഉൾപ്പെടുത്തി ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചത്. രാജു S നായർ അഡ്മിനിസ്ട്രേറ്ററായി തുടരും.
നടവരമ്പ് ശ്രീ തൃപ്പയ്യ ക്ഷേത്ര ക്ഷേമ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ 16-ന് നാരായണീയ പാരായണ മത്സരം സംഘടിപ്പിക്കുമെന്ന് സമിതി രക്ഷാധികാരി കാവനാട്ട് രാമൻ നമ്പൂതിരി, പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുള്ള നാരായണീയ സഭ ഡോക്ടർ മഹേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. സുവർണ ജൂബിലിയുടെ ഭാഗമായി രാമായണ പാരായണ മത്സരവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചിരുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബാലകലാമേള, സമൂഹ കുടുംബ സദസ്സ്, ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവാതിരക്കളി മത്സരം എന്നിവയും സംഘടിപ്പിക്കും. 40 ലക്ഷം രൂപ ചിലവഴിച്ച് ക്ഷേത്രവീതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായതായി ഭാരവാഹികൾ പറഞ്ഞു. സമിതി ജനറൽ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശോഭ പി മേനോൻ, ട്രഷറർ പി ആർ വത്സകുമാർ, കമ്മിറ്റി അംഗങ്ങളായ ബാലകൃഷ്ണൻ അഞ്ചത്ത്, വി പി സുകുമാരമേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. മഹത്തരമായ ഒരു കാര്യം അവിടെ നടക്കുകയാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നാരായണീയ പാരായണ മത്സരം. ഇത് ഇവിടെ ഒന്നും അടുത്തിടയ്ക്ക് എവിടെയും നടന്ന് കേട്ടിട്ടില്ല. നാരായണീയം ഒരു സമർപ്പണമായിട്ട് ചൊല്ലുക എന്നുള്ളത് മാസങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് തൃപ്പയ്യ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്, പല ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെറിയ കുട്ടികളെ മുതൽ 78 വയസ്സായ ആളുകൾ വരെ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അത് ഈ 16-ാം തീയതി നാരായണീയ പാരായണ മത്സരം 16-ാം തീയതി ഞായറാഴ്ച തൃപ്പയ്യ ക്ഷേത്രത്തിൽ 300-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 സ്റ്റേജുകളിലായിട്ട്. ഒരു സ്റ്റേജിൽ നടത്തുകയാണെങ്കിൽ 12 മണിക്കൂർ വേണം. അപ്പോൾ അത് 3 സ്റ്റേജുകളിലായിട്ട്. വീടുകളിൽ ലൈബ്രറി ഒരുക്കുകയെന്ന ലക്ഷ്യവുമായി കാറളത്ത് പ്രവർത്തിക്കുന്ന വീട്ടിലെ ലൈബ്രറി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വീടുകളിൽ ലൈബ്രറി സജ്ജീകരിക്കുന്നവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ച് ആദരിക്കുമെന്ന് കാറളം വീട്ടിലെ ലൈബ്രറി സെക്രട്ടറി റഷീദ് കാറളം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞത് 250 പുസ്തകങ്ങൾ ഉണ്ടാകണം. പുസ്തകങ്ങൾ അടുക്കും ചിട്ടയുമായി വെച്ചിരിക്കണം. രജിസ്റ്റർ ബുക്ക് ഉണ്ടായിരിക്കണം. ഇത്തരം നിബന്ധനകൾ പാലിക്കുന്നവരെയാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുക. റഫറൻസ് പുസ്തകങ്ങൾ തേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു അവസരമായും വായനക്കാരെ ആകർഷിക്കാനും പരസ്പര സഹകരണ മനോഭാവം പുലർത്തിയെടുക്കാനും ഈ സംരംഭം കൊണ്ട് കഴിയുമെന്ന് റഷീദ് കാറളം ചൂണ്ടിക്കാട്ടി. ജീവചരിത്രം, ആത്മകഥ, ലേഖനങ്ങൾ, ബാലസാഹിത്യം, ഓർമ്മക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിൽ വീട്ടിലെ ലൈബ്രറിയുടെ പേരിൽ പുരസ്കാരങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ രാധാകൃഷ്ണൻ വെട്ടത്ത്, ടി എസ് സജീവ്, കെ എൻ രാമൻ മാസ്റ്റർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. വീട്ടിലെ ലൈബ്രറി ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും പ്രശസ്തിയാർജിച്ചിട്ടുള്ള ഒരു പേരാണ് വീട്ടിലെ ലൈബ്രറി. കഴിഞ്ഞ 2024 ജൂൺ 1-ാം തീയതി കാറളത്തുള്ള വീട്ടിലെ ലൈബ്രറി എന്ന പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കുകയും അതിലിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ എല്ലാ നിലയിലുള്ള ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ 70ഓളം വിദ്യാർത്ഥികളും ആളുകളൊക്കെ പങ്കെടുക്കുന്ന വായനക്കാരായിട്ടുള്ള വീട്ടിലെ ലൈബ്രറി 2025 ഒരു വർഷം കഴിയുമ്പോൾ നമ്മളൊരു സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുകയുണ്ടായി. അത് നോവൽ ചെറുകഥാ സാഹിത്യ പുരസ്കാരമാണ് ഏർപ്പെടുത്തിയത്. അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. വീട്ടിലെ ലൈബ്രറി പുരസ്കാരം എന്നുള്ളത് ആദ്യത്തെ ലൈബ്രറി പുരസ്കാരമായിട്ട് മാറുന്നു. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ടീച്ചറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വീണ്ടും ഒരു സാഹിത്യ പുരസ്കാരം കഴിഞ്ഞ 2-ാം തീയതി നമ്മൾ ഏർപ്പെടുത്തുകയുണ്ടായി. അത് കവിതാ സമാഹാരത്തിനുള്ള കൃതികൾ ക്ഷണിച്ചുകൊണ്ടായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കൃതികൾ അയച്ചു കിട്ടുകയും തിരഞ്ഞെടുത്ത കൃതികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ ലൈബ്രറി എന്നുള്ള ലേബിളിൽ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് LP സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് ആരവം 2025 BPC സത്യപാലൻ KR ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് K ശ്രീമതി, PTA വൈസ് പ്രസിഡന്റ് VS സുധീഷ്, സീനിയർ അസിസ്റ്റന്റ് നിത്യ TN എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് മിസ്ട്രസ് PB അസീന സ്വാഗതവും പ്രീ പ്രൈമറി ടീച്ചർ ലുബ്ന K നാസർ നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് വലിയ ഭാഗ്യം ചെയ്യുന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ കൂടാൻ കിട്ടിയിട്ടുണ്ട്, കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. കളിയിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞ വാക്യത്തിൽ തന്നെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ്. പ്രോബൽ എന്ന് പറയുന്ന ചിന്തകനാണ് ഈ ആശയം അവതരിപ്പിക്കുന്നത്.
കളിയിലൂടെയും പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെ കുട്ടികൾ അവരുടെ ശേഷികളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ ഏറെ ഈ രംഗത്ത് ഒരുപാട് മുതൽ മുടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കഴിഞ്ഞ 9 വർഷം ഏകദേശം 7,000 കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തെളിവുകളായിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ താപീയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ നേട്ടങ്ങളെല്ലാം നിലനിർത്തേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും പാരന്റ്സിന്റെയും അധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇരിങ്ങാലക്കുട ലയൺസ് ലേഡി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹോളിഡേ ബസാർ എക്സിബിഷന്റെ ബ്രോഷർ പ്രകാശനം സെക്കൻഡ് ലേഡി ഓഫ് ഡിസ്ട്രിക്ട് ശ്രീലത സുരേഷ് നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ലയൺ ലേഡി പ്രസിഡന്റ് റിങ്കു മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി മിഡ്ലി റോയ്, ട്രഷറർ സോണിയ ബാസ്റ്റിൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് ഐബൻ, സെക്രട്ടറി ഗോപിനാഥ് ടി മേനോൻ, ട്രഷറർ സുധീർ ബാബു, ഫെനി എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 6-7 തീയതികളിൽ ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിൽ വെച്ചാണ് ഹോളിഡേ ബസാർ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലയൺ ലേഡി സർക്കിളിന്റെ സംബന്ധിച്ചോളം കഴിഞ്ഞ 6 വർഷമായിട്ട് നടത്തിവരുന്ന ലെഗസി പ്രൊജക്റ്റാണ് ഹോളിഡേ ബസാർ എന്ന എക്സിബിഷൻ. ഈ വർഷവും അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഹോളിഡേ ബസാർ 2025 എന്ന പേരിൽ നടത്തുകയാണ്. ഈ വരുന്ന ഡിസംബർ 6-7 തീയതികളിൽ കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് എക്സിബിഷൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി കാലത്ത് 9 മണിക്ക് ഫസ്റ്റ് ലേഡി ഓഫ് ഡിസ്ട്രിക്ട് 318D ലയൺ രാധിക ജയകൃഷ്ണ മാമാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേരുന്നത്. ഈ എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൊജക്റ്റായ ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയിലേക്കാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2018 ലയൺ ദീപ ഫ്രാൻസിസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഹോളിഡേ ബസാർ എന്ന എക്സിബിഷൻ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കേക്ക് ഫ്രൂട്ട് മിക്സിംഗ് നടത്തി. കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സ്വാശ്രയ വിഭാഗം മേധാവി ഫാദർ വിൽസൺ തറയിൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്റെ ഭാഗമായാണ് കേക്കുകൾ നിർമ്മിക്കുന്നതെന്ന് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം മേധാവി പിയൂസ് ജോസഫ് പറഞ്ഞു. മാരിനേഷൻ സെറിമണി നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടക്കുകയാണ്. ഇത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് 21 വിദ്യാർത്ഥികൾ ജുബേറ റെസ്റ്റോറൻറ്റിലെ ഇപ്പോൾ ഇന്റേൺഷിപ്പിനെ തോന്നിയിരിക്കുകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ സെലിബ്രേഷൻ അത് കേക്കിൻ്റെ രുചിയായിട്ട് ഭംഗിയായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാ ഭാവുകങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. ഇന്നലെ 2 ദിവസം നമ്മുടെ ക്രൈസ്തവ കാര്യത്തിലേക്ക് വർക്ക്ഷോപ്പ് നടക്കുകയായിരുന്നു. നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ കേക്കുകളിലൂടെ കൊടുക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നു. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണമടഞ്ഞു. പടിയൂർ കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന കോലത്ത് വീട്ടിൽ മണിക്കുട്ടനാണ് മരണമടഞ്ഞത്. 64 വയസ്സായിരുന്നു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ഇരിങ്ങാലക്കുട KC ലിമിറ്റഡിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. എടതിരിഞ്ഞിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വന്നിരുന്ന മണിക്കുട്ടന്റെ ബൈക്കും മറ്റൊരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിക്കുട്ടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വത്സല ഭാര്യയും മനു, മിന്നു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.